ഗായ്സ് മയിലാണ്. അങ്ങനെ നിൽക്കുക, അവിടെ നിൽപ്പുണ്ട്. ഒറിജിനൽ മയില. ഒരു പൂച്ചയുണ്ട്, ഞങ്ങൾ പോയി കറുത്ത പൂച്ചയാണ്. മയിൽ അവിടെ നിൽപ്പുണ്ട്. മയില് റബ്ബർ തോട്ടത്തിൽ വന്നേക്കണ ഭയങ്കര പോസിറ്റീവ് ആണ്. കറക്റ്റായിട്ട് എടുത്തോ അങ്ങനെ നിൽക്കും. മയിലാണ് കേട്ടോ, വളരെ സമാധാനത്തിൽ നിൽക്കുക. പെൺമയിലാണോ കണ്ണ? ആൺമയിലാട്ടോ, പീലിയുള്ളത് ആൺമയിലാണ്. റബ്ബർ തോട്ടത്തിലാണ് അത്. അതിൻ്റെ എണ്ണ ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് തീറ്റ എടുക്കാൻ വന്നത്. പട്ടിയെ ഓടിക്കാനുള്ള പരിപാടിയാണ്. പട്ടിയെ ഓടിക്കാനുള്ള പരിപാടി കേട്ടോ. പട്ടിയുടെ അസുഖം പട്ടി ചെല്ലണ പട്ടി പരിപാടി. ഇനിയിപ്പോ നിക്കത്തില്ലേ, അതവിടെ ഉണ്ട്. മയില് ഇവിടെ ഉണ്ടോ? മയിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമയമില്ല. അതതിൻ്റെ മേളിലേക്ക് കയറും. അതിൻ്റെ മേളിലേക്ക് കയറും. ചാടി കയറും. ചാടി കയറാനുള്ള ശ്രമത്തിലാണല്ലേ. അതുകൊണ്ട് ഞാൻ മറ്റേ ബോട്ടിൽ കയറാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മയില് പോയിട്ടാ നടക്കും. ചക്കും മയിലിനെയൊക്കെ കണ്ട് ശാന്തി എടുത്ത് പതിയെ വന്നതാണ്. ഇത് ഒരു വഴിയാണ് കേട്ടോ നാഗർകാവിലേക്ക് പോകണം. വെൺമാനം, നാഗർകാവ്, പൂച്ചക്കുന്ന്, കല്ലറ, തിരുവനന്തപുരം. ഇതാണ് വഴി. ഇത് പഴയ വഴിയാണ് കേട്ടോ, പണ്ടത്തെ. ഇതിനപ്പുറത്തൊരു വഴിയുണ്ട്. ഈ ഒരു സൈഡിൽ ഇതിൻ്റെ അപ്പുറത്താണ് കാവുള്ളത്. താഴെ അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, അതിലൊരു വഴിയുണ്ട്. അത് ഞങ്ങൾ വന്ന ഒരു വഴിയാണ്. ഇത് ഞങ്ങൾ കയറിയ വഴി. ഇവിടെ നിറച്ച് മയിലാണ് കേട്ടോ. അപ്പുറത്തെ കരയിൽ കാവിലൊക്കെ മയിൽ വരുമെന്നാണ് പറയുന്നത് നാട്ടുകാർ. ചക്ക് അവിടുത്തെ ആരോട്ടിനോടും സംസാരിച്ചു കഴിഞ്ഞു. മയിലിനെയൊക്കെ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായി എക്സ്പീരിയൻസ് മയിലിനെ കണ്ടിട്ട്? നല്ല ആളുകളെ കണ്ട് ഫുഡ് കഴിച്ചോ? മനുഷ്യത്വണ്ടല്ലേ? മനുഷ്യത്തല്ല, ഫുഡ് കഴിച്ചോ? ആ ചോറുണ്ട് വരാം. വേണ്ട, പിന്നെ വരാം. അതെ, നല്ല രസമുണ്ട്. ഞാൻ താപിയെ പോരെ. ചക്ക് പതിയെ താഴേക്ക് യാത്രയാകുകയാണ്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലം കവർ ചെയ്യാൻ പോണേണ്. മഞ്ഞപ്പാറ.
അത് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ഗുഹാക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഓക്കേ.